ഹലോ, ഇന്നൊരു പള്ളിക്കറി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അരിപ്പത്തിരിയുടെയും ബീഫിൻ്റെയും ചൂട് ചോറിലൂടെയൊക്കെ കഴിക്കാൻ പൊളിയാട്ടോ. അതിനായിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്തോട്ട് ബീഫ് തട്ടിയിട്ട് കൊടുക്കുക. അതിലേക്ക് കൊച്ചുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള 1-2 ഇട്ടാൽ മതി, തക്കാളി, പച്ചമുളക്, സാൾട്ടിൻ്റെ ടേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം കേട്ടോ. നാടൻ ബീഫ് കറി അല്ലേ, അന്നേരം കറിവേപ്പില ഇല്ലാതെ പറ്റുമോ? അപ്പം എന്താ, കറിവേപ്പിലയെ വാരി വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. തീ കുറച്ച് വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഇപ്പം നമ്മൾ ബീഫിൽ നിന്നൊക്കെ ഇറങ്ങി വരും വെള്ളം കേട്ടോ. ഇനിയിപ്പം കുറച്ചധികം ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് മൂപ്പിച്ച് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ട്. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. അപ്പം ടാറ്റ.